ആരുവാങ്ങുമിന്നാരു വാങ്ങും ഈ ആരാമത്തിന്റെ രോമാഞ്ചം. അപ്രമേയ വിലാസലോലയം സുപ്രഭാതത്തിൻ സുസ്മിതം. പൂർവദിങ്മുഖത്തിങ്കലോക്കെയും പൂവിതളൊളി പൂശുമ്പോൾ. ഇടപ്പള്ളിയിലെ പ്രശസ്തമായ ചങ്ങമ്പുഴ കുടുംബത്തിൽ നാരായണ മേനോന്റെയും പാറക്കുട്ടി അമ്മയുടെയും മകനായി 1911 ഒക്ടോബർ 10 കൃഷ്ണൻ ജനിച്ചു. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച കൃഷ്ണൻ എന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സ്വന്തം ഗ്രഹനില പിന്നീട് വരച്ചു. മഹാകവികളുടെ ജാതകത്തിൽ മാത്രം കാണുന്ന സരസ്വതി യോഗവും ഗജകേസരി യോഗവും ഉണ്ടായിരുന്നു. രണ്ടാം ഭാവാധിപനായി വന്നിരിക്കുന്ന ശുക്രൻ 5-ൽ നിൽക്കുന്നതുകൊണ്ട് സ്വന്തമായി കാവ്യശൈലിയുണ്ടെന്ന് സൂചന. ചന്ദ്രനും ശനിയും രാഹുവും ഒരുമിച്ച് നിൽക്കുന്നത് അല്പായുസിനെ കാണിക്കുന്ന ശീതിരശ്മി യോഗമാണ്. 6-ാമത്തെ വയസ്സിൽ ഇടപ്പള്ളിയിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേർന്ന് കൃഷ്ണൻ പഠനം ആരംഭിച്ചു. തുടർന്ന് സർക്കാർ UP സ്കൂളിലും ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂളിലും എറണാകുളം രാമവർമ്മ ഹൈസ്കൂളിലും സ്കൂൾ വിദ്യാഭ്യാസം. ചെറുപ്പത്തിൽ തന്നെ ചെറു കവിതകൾ രചിക്കാൻ തുടങ്ങി. കവിത എഴുതാൻ കാരണം അങ്ങനെയാണ് അച്ഛൻ. അതായത് എങ്ങും വിടൂല, കളിക്കാൻ പോകാൻ പാടില്ല. 4-5 വയസ്സുള്ളെങ്കിലും ഭയങ്കര കളിച്ചോക്കാരനായിരുന്നു. അച്ഛനെ ഭയങ്കര ദേഷ്യമായിരുന്നു അച്ഛൻ്റെ അച്ഛനോട്. അപ്പൊ ഒരു ദിവസം ഇതുപോലെ തന്നെ ശനിയാഴ്ച ഞായറാഴ്ച അകത്തെടുത്ത് പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് അകത്തെടുത്ത് പോയി. അപ്പൊ അങ്ങനെ പിള്ളേരെ അവിടെ നിന്ന് പന്ത് കളിക്കുന്ന കാണാം, വീട്ടിലിരുന്നാ നോക്കിയാൽ കാണാം. അങ്ങോട്ട് പോകാൻ പറ്റാത്ത സങ്കടത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചാണ് ഈ കവിത എഴുതുന്നത്. തൃക്കൺപുരം എന്ന പേര് കേട്ടമ്പലം, ബാലകൃഷ്ണൻ തന്റെ വാസദേശം, കുറ്റിച്ചക്കാലയം വീടിന്റെ മുന്നിലെ കുറ്റിക്കാടുള്ള വെളിമ്പ്രദേശം. അങ്ങനെ ഒരു 10 വരി, അങ്ങനെ 100 വരിയിട്ട് അത് എഴുതി. എന്നിട്ട് കവിത എല്ലാവരും കാണിച്ചു കൊടുക്കും. ആദ്യത്തെ കവിത അതാണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് കവിത എഴുതുന്നത്. 23-ാമത്തെ വയസ്സിൽ ആദ്യത്തെ കൃതി ബാഷ്പാഞ്ജലി പ്രസിദ്ധീകരിച്ചു. പിന്നീട് ആത്മസുഹൃത്ത് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ വേർപാടിൽ മനംനൊന്ത് രമണൻ എന്ന വിലാപകാവ്യം എഴുതി. രമണൻ പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് കവി എറണാകുളം മഹാരാജാസ് കോളേജിൽ ചേരുന്നത്. 36 വയസ്സ് മാത്രം ജീവിച്ചിരുന്ന ചങ്ങമ്പുഴ ഇന്ന് നിലനിൽക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ 75 വർഷമായിട്ട് രമണൻ എന്ന് പറയുന്ന കാവ്യം ഇന്ന് നിലനിൽക്കുന്നുവെങ്കിൽ ആ കാലഘട്ടത്തിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം അതിൽ ഉൾച്ചേർന്നിട്ടുണ്ടാകും. 36-ൽ രമണൻ എഴുതുമ്പോൾ അദ്ദേഹത്തിന് 25 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇന്റർമീഡിയറ്റിന് പഠിക്കുമ്പോഴാണ് അദ്ദേഹം ഈ കാവ്യം രചിച്ചിട്ടുള്ളത്. അന്ന് ചുപ്പത്ത് കേശവൻ നായരായിരുന്നു അവിടുത്തെ പ്രൊഫസർ. ജി ശങ്കരക്കുറുപ്പ്, LV രാമസ്വാമി അയ്യർ, പണ്ഡിറ്റ് KP കറുപ്പൻ, T ശങ്കരൻ നമ്പ്യാർ തുടങ്ങി പ്രഗത്ഭരായ ഒട്ടനവധി അധ്യാപകർ അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരിക്കൽ കുറ്റിപ്പുറത്ത് കേശവൻ നായർ ക്ലാസ്സിൽ വന്നിട്ട് ചങ്ങമ്പുഴയെക്കുറിച്ചും ചങ്ങമ്പുഴയുടെ കവിതയെക്കുറിച്ചുമൊക്കെ ക്ലാസ് എടുത്തു. അങ്ങനെയാണ് ഒരു ദിവസം വന്ന് ചങ്ങമ്പുഴയെക്കുറിച്ചും ചങ്ങമ്പുഴ കവിതയെക്കുറിച്ചുമൊക്കെ പറയുകയും ഏറ്റവും ഒടുവിൽ കുട്ടികളോട് ചോദിച്ചു, ഇപ്രകാരമുള്ള ചങ്ങമ്പുഴയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കുട്ടികളെല്ലാവരും പറഞ്ഞു, ഇല്ല, കണ്ടിട്ടില്ല. കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഉണ്ട്, കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ക്ലാസിൻ്റെ പിൻബെഞ്ചിലിരുന്ന് ഇരിക്കുന്ന ഇടോ ചങ്ങമ്പുഴ താനൊന്ന് എഴുന്നേറ്റ് നിൽക്കും, ഇവരൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു മെലിഞ്ഞ ബാലൻ എഴുന്നേറ്റ് നിൽക്കുകയും അന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളൊക്കെ വളരെ അത്ഭുതത്തോടെയാണ് അദ്ദേഹത്തെ നോക്കിയത്. അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിട്ട് അന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന ആളാണ് പിൽക്കാലത്ത് കേരളത്തിലെ മന്ത്രിയായ KR ഗൗരിയമ്മ. ഗൗരിയമ്മയുടെ ഒരു അനുസ്മരണത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. 29 വയസ്സുള്ളപ്പോൾ ശ്രീദേവിയെ വിവാഹം കഴിച്ചു. അവർക്ക് വയസ്സ് 17 ആകുള്ളൂ. ഇപ്പൊ ഒന്നും വേണ്ട, കുറെ കഴിയട്ടെ. ഞങ്ങളൊക്കെ താഴെ ചെറിയ കുട്ടികളുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ കല്യാണം കഴിച്ചു പോയാൽ ഞങ്ങൾ ചെറിയ കുട്ടികളൊക്കെ അറിയില്ല. ഇപ്പൊ ഒന്നും വേണ്ട, കുറെ കഴിയട്ടെ എന്നാ അച്ഛനിങ്ങനെ പറയുകയും ചെയ്തു. പറഞ്ഞു പിടിച്ചു വന്ന് കൊടുക്കും. ഇതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസമാണ് അമ്മ ചോദിച്ചു, അമ്മയല്ല അച്ഛൻ ചോദിച്ചു, ചങ്ങമ്പുഴയ്ക്ക് കല്യാണമായാലും എന്നെ അടുത്ത ഇഷ്ടമാകുമോ? കുട്ടി എന്റെ മോള് തന്നെയാ. കുടുംബജീവിതത്തിൽ പല താളപ്പിഴകളും ഉണ്ടായിരുന്നുവെങ്കിലും ചങ്ങമ്പുഴ തന്റെ കാവ്യസപര്യ തുറന്നുകൊണ്ടേയിരുന്നു. ഒന്ന് ഗാനാത്മകത, രണ്ടാമത്തേത് വിഷാദാത്മകത.
ഗാനാത്മകത രൂപത്തെ ബാധിക്കുന്നതാണ്, മറ്റേത് ഉള്ളടക്കത്തെ ബാധിക്കുന്ന വിഷാദം. മൂന്നാമതിന് അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തുകൊണ്ട് മലയാള ചരിത്രത്തിൽ ഒരംഗം കാണിച്ചു തരും. അദ്ദേഹം ഏറ്റവും അധികം വായനക്കാരെ ആകർഷിച്ച കവിയാണ്. അക്കാലത്ത് കവിതയ്ക്ക് പ്രചരണം കുറേയൊക്കെ ആവശ്യമാണ്. സ്വന്തം കവിതയുടെ മാത്രം ബലത്തിൽ ഇത്രയധികം പ്രചാരം നേടിയൊരു കവി അതിനു മുമ്പോ അതിന് ശേഷവും മലയാളത്തിൽ. പിന്നീട് രമണൻ വന്നപ്പോൾ അതിന് കൂടുതലാണ്. അന്ന് രണ്ടാം ലോകമായിട്ട് നടക്കുന്ന കാലത്താണ് രമണൻ വരുന്നത്. അന്ന് പട്ടാളത്തിൽ പോയ ആളുകൾക്ക് ഇവിടെ വരും. രണ്ടു കൂട്ടര് പോകും. ഒന്ന് പട്ടാളത്തിൽ പോകും, രണ്ട് ആസാം പണിക്ക് പോകും. ഇവരിവിടെ നാട്ടിൽ വന്നൊരു വലിയ ട്രങ്കുമായിട്ടാണ് വരുന്നത്. പോകാൻ നേരത്ത് അവരുടെ വസ്ത്രങ്ങൾ, ഇത്തിരി ഭക്ഷണം, അച്ചാറ് തുടങ്ങിയ അവരൂസുണ്ട അക്കൂട്ടത്തിൽ ചങ്ങമ്പുഴയുടെ കൃതികളാണ്. അത് മാത്രമേ മാറ്റത്തുള്ളൂ. വായിക്കാൻ എളുപ്പമാണ്, കേൾക്കുമ്പോൾ ഒരുതരം കിളിയുണ്ടാവും. അതൊക്കെയാണ് രമണൻ. ഈ 37 വയസ്സിനകം ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം കവിത എഴുതി അദ്ദേഹമാണ്. ഖണ്ഡകാവ്യങ്ങൾ എഴുതി, പരിഭാഷപ്പെടുത്തി, സ്വന്തം കവിത എഴുതി. അത് തന്നെ ഒരുപാട് മാറ്റമുണ്ടായി. മലയപ്പൂലയനാമാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. കേരളത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുന്നത് 1938-ലാണ്. ഈ മാർക്സിയൻ ആശയത്തെ, ഉള്ളവനില്ലാത്തവൻ എന്ന് പറയുന്ന ആ ഒരു വർഗാന്തരത്തെ, ആ ഒരു ആശയത്തെ അതിനു മുമ്പ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ 1936-ലാണ് വാഴക്കുല എന്ന് പറയുന്ന കാവ്യം രചിക്കുന്നത്. അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കേണ്ടത് ആര് എന്നുള്ള ചോദ്യം വളരെ ലളിതമാണ്. പക്ഷേ ഏറ്റവും മൗലികവും ഗൗരവമേറിയതുമായിട്ടുള്ള ആ ചോദ്യം മലയാളത്തിൽ ആദ്യമായി ചോദിച്ചത് വാഴക്കുല വായിച്ചവരാണ്. അല്ലെങ്കിൽ വാഴക്കുലയിലൂടെയാണ് ആ ഒരു ചോദ്യം മലയാളത്തിന്റെ ബൗദ്ധിക മണ്ഡലത്തിലേക്ക് കടന്നു വന്നത്. മലയപ്പൂലയനാമാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. മനതാരിലാശകൾ പോലതിലോരോരോ മരതകൂമ്പ് പൊടിച്ചു വന്നു. അരുമക്കിടാങ്ങളിലൊന്നായതിനെയും സ്വന്തം ജാതകക്കുറിപ്പിൽ കണ്ടതുപോലെ ഒരു ഇടിമിന്നൽ കണക്ക് ക്ഷണനേരം കൊണ്ട് പ്രകാശം പരത്തി 37-ാമത്തെ വയസ്സിൽ ആ മഹാപ്രതിഭ പൊലിഞ്ഞു. കാലമിമ്മട്ടു കടന്നു പോകും കാണുന്നതോരോന്നകന്നുമാ. ചങ്ങമ്പുഴ ജനിച്ചിട്ട് 100 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നും മലയാളത്തിലെ ബെസ്റ്റ് സെല്ലറായി രമണൻ തുടരുന്നു. മലയാളി ഒരുപാട് സ്നേഹിച്ച ഈ ഗന്ധർവന് ഉപചാരം അർപ്പിച്ചുകൊണ്ട് ഇടപ്പള്ളിയിലെ ദേശീയപാതയ്ക്കരികിൽ ചങ്ങമ്പുഴ പാർക്ക്, ലൈബ്രറി, കലാവേദി. അനേകം സാഹിത്യകാരന്മാർക്ക് കേരളത്തിൽ സ്മാരകങ്ങളുണ്ടെങ്കിലും ചങ്ങമ്പുഴ സ്മാരകം എന്നും സജീവമാണ്. സാഹിത്യ ചർച്ചകളും കവിയരങ്ങുകളും. ലൈബ്രറിയിൽ 30,000-ഓളം പുസ്തകങ്ങൾ, 3,000-ഓളം അംഗങ്ങൾ. വിദ്യാർത്ഥികൾക്ക് വിവിധ കലകളിൽ ശിക്ഷണം നൽകുവാൻ കലാമണ്ഡലത്തിൽ നിന്നും പരിശീലനം നേടിയ അധ്യാപകർ. കാഞ്ചന കാഞ്ചി കൂലും കടമീഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരോതി പൂപ്പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകും മുടയാടകളിൽ ഒളിയലകൾ ചിന്നി അഴകോരുടലാർന്ന പോലങ്ങനെ നീ മതിമോഹന ശുഭനർത്തനമായി. അസാധാരണമായ ഒരു കാവ്യജീവിതത്തിന്റെ ഉടമയായിരുന്നു ചങ്ങമ്പുഴ. അദ്ദേഹം ഏതോ ഒരു ഗന്ധർവന്റെ അവതാരമാണ്.